ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 12 മെയ് 2024 പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈക്വൽ MSPക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ 13 മെയ് 2024 തുടർവാദം നടക്കും. OROP 3 സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ടേബിളുകളുടെ സത്യാവസ്ഥയും സാധ്യതയും. ഈക്വൽ MSPക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ നാളെ തുടർവാദം നടക്കും. നാളെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരില്ല എങ്കിലും വാദം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കരുതാം. അടുത്ത 1-2 വാദങ്ങളിലൂടെ ഇതിൽ ജഡ്ജ്മെൻറ്റ് വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. OROP 3യുടെ പെൻഷൻ ടേബിൾ ആണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല ടേബിളുകളും പ്രചരിക്കുന്നു. നമുക്ക് ഈ ടേബിളിൻ്റെ സത്യാവസ്ഥയും സാധ്യതകളും പരിശോധിക്കാം. OROP 3 ഇംപ്ലിമെൻറ്റേഷൻ സംബന്ധിച്ച് PCDയുടെ ഭാഗത്തു നിന്നും ഒരു ടേബിളും ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. OROP 3യുടെ പ്രചരിക്കുന്ന ടേബിൾ അനുസരിച്ച് എല്ലാ റാങ്കുകൾക്കും 2000 മുതൽ 3000 രൂപ വരെ വർധനവ് കാണിക്കുന്നു. ഈ ടേബിളിനെ പറ്റി അറിയുന്നതിന് മുൻപ് നാം ഒരു കാര്യം മനസ്സിലാക്കണം. OROP 2 ടേബിളിലെ ബേസ് ഇയർ 2018 എടുത്തത്. 2018 മാക്സിമം മിനിമം ആവറേജ് വെച്ചാണ് ടേബിൾ പബ്ലിഷ് ചെയ്തത്. 2024 OROP 3യുടെ ടേബിളിന് ബേസ് ഇയർ 2023 ആയിരിക്കുമല്ലോ. 2018 മുതൽ 2023 ഇടയിൽ ഒരു റാങ്കിൻ്റെയും ബേസിക് സാലറിയോ MSPയിലോ ഒരു മാറ്റവും വന്നിട്ടുമില്ല. അപ്പോൾ എങ്ങനെ OROP 3 ടേബിളിൽ പെൻഷനിൽ വർധനവുണ്ടാകും? ഇനി OROP 2 അനുസരിച്ച് ഓഫീസേഴ്സിന് അവരുടെ പെൻഷനിൽ 46% മുതൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് JCOs ORന് ഏറ്റവും കൂടിയത് 24% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പെർസെൻറ്റേജിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രമേ പെൻഷനിൽ വർധനവുണ്ടാകാൻ സാധ്യതയുള്ളൂ. ആയതിനാൽ സോഷ്യൽ മീഡിയയിലെ OROP 3 ടേബിൾ അനുസരിച്ച് വലിയ പ്രതീക്ഷകൾക്ക് സാധ്യതയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.